ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രമേഷ്. അക്കൗണ്ടിംഗ് മേഖലയിൽ വളരെയധികം പ്രശസ്തി നേടിയൊരു സോഫ്റ്റ്വെയറാണ് ടാലി. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ടാലി. ഒരുപക്ഷെ ഇന്ന് ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്, കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ അറിയാത്തവരും ഉണ്ടാവാം. അതായത് ഇപ്പോൾ പുതുതായി വരുന്ന ബികോം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസിന് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി കൂടുതൽ മനസ്സിലാക്കാനും, ഇനിയിപ്പോൾ അറിയുന്നവർ തന്നെയാണെങ്കിലും അതിന് ചിലപ്പോൾ നമ്മൾ കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന രീതിയിൽ ചിലപ്പോൾ ധാരണയില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവരെയും ഉദ്ദേശിച്ചുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് ഞാൻ തികച്ചും ഒരു സ്റ്റാർട്ടിങ് നിന്ന് തുടങ്ങുന്നത് ടാലി ട്യൂട്ടോറിയൽ എന്നതിലുപരി അത് നമ്മളെങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ, നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കെങ്ങനെ ടാലി സ്വയം ഇൻസ്റ്റാൾ ചെയ്യാം, അത് യൂസ് ചെയ്ത് തുടങ്ങാം എന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. വീട്ടിലൊരു സിസ്റ്റവും അതുപോലെ തന്നെ ഒരു നെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം ടാലി ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ബ്രൗസർ തുറക്കുക. ദെൻ അതിൽ നമ്മൾ ടാലി സൊല്യൂഷൻസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് തന്നെ വരും tallysolutions.com എന്നൊരു സൈറ്റ് വരും. അത് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് പല ലിങ്കുകളും കാണാം. അതിലൊരു ഡൗൺലോഡ് ഓപ്ഷൻ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ ന്യൂ എന്ന് കാണിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള വേർഷനാണ്. അതിൽ തന്നെ രണ്ട് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആവും, ഇൻസ്റ്റാൾ നൗ, ഡൗൺലോഡ് നൗ. ഇതിൽ ഞാൻ ഡൗൺലോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ ഇൻസ്റ്റാൾ നൗ അതിൻ്റെ ഡൗൺലോഡ് എന്ന് രണ്ട് ഓപ്ഷൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഫയൽ നമുക്ക് ഡയറക്റ്റായിട്ട് സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആവുകയാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാൾ നൗ എന്ന ഓപ്ഷൻ നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് ഫയൽ നമുക്ക് ഡൗൺലോഡ് ആവും. എന്നിട്ട് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ അപ്പോൾ തന്നെ ഡയറക്റ്റ് സ്പോട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. മറ്റേത് നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ. ഇൻസ്റ്റാൾ നൗ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫയൽ നമുക്ക് കീപ്പ് ചെയ്യാൻ കിട്ടില്ല. അത് നമ്മളെപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യേണ്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നെറ്റ് കണക്ഷൻ ത്രൂ ഡൗൺലോഡ് ചെയ്യണം. അതേസമയം ഡൗൺലോഡ് എന്നത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഒരു നെറ്റ് കണക്ഷൻ്റെ ആവശ്യമില്ല, നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡൗൺലോഡ് എന്നത് ക്ലിക്ക് ചെയ്തത്. കാരണം പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വന്നാലും നമുക്ക് ആ ഫയൽ തന്നെ യൂസ് ചെയ്യാം. അതിന് കൂടുതൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്യാം. ദെൻ ഇപ്പോൾ നമുക്ക് കാണാം C/program files എന്നിട്ടൊരു അതിൻ്റെ ഡയറക്ടറിയാണ്, ഏത് ഫോൾഡറിലാണ് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അത് നമുക്ക് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ എടുത്ത് മാറ്റാം. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫോൾഡറിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് C എന്നൊരു ഫോൾഡറിലാണ് അത് വരിക. എന്നിട്ട് ദെൻ ഇൻസ്റ്റാൾ അടിക്കുക. പിന്നെ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയിക്കോളും സോഫ്റ്റ്വെയർ. ഇതിപ്പോൾ നമ്മളെ കാണിച്ചു തന്ന സിയിൽ പ്രോഗ്രാം ഫയൽസിൽ ടാലി ERP9 എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിലാണ് ഇപ്പോൾ നമ്മുടെ ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ C ഡ്രൈവിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും കാരണവശാൽ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യേണ്ടിയൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ആ ഇൻസ്റ്റാൾ ചെയ്ത ആ സോഫ്റ്റ്വെയർ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രൈവിലേക്ക് സെലക്ട് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ ഫോൾഡർ നമുക്ക് മാറ്റി കൊടുക്കാം. അത് നമ്മളെ ഓപ്ഷനാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതവിടെ നമുക്ക് കാണാം അത് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് കാണാം. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാലി ഒരു പെയ്ഡ് സോഫ്റ്റ്വെയറാണ്. അതായത് നമ്മൾ ലൈസൻസ് വാങ്ങിക്കണം, ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട സോഫ്റ്റ്വെയറാണ്.
പക്ഷെ നമുക്കിതിൽ തന്നെ ഒരു വർക്ക് ഇൻ എഡ്യൂക്കേഷണൽ മോഡ് പറഞ്ഞൊരു മോഡുണ്ട്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു മോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം. ലൈസൻസ്ഡ് വേർഷൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ക്യാഷ് ആവും. പിന്നെ അതുതന്നെ ലൈസൻസ്ഡ് വേർഷൻസിൽ 2 വേർഷനാണ് നമുക്ക് ലൈസൻസ്ഡ് ആയിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുക. ഒന്ന് സിംഗിൾ യൂസറായിട്ടും ഒന്ന് മൾട്ടി യൂസറായിട്ടും. ഇത് സിംഗിൾ യൂസർ സിൽവർ എന്നും മൾട്ടി യൂസർ ഗോൾഡ് എന്നും അറിയപ്പെടും. സിംഗിൾ യൂസർ ലൈസൻസ് നമുക്ക് ഒരു സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം മൾട്ടി യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ 2-3 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിലെല്ലാം സെയിം ലൈസൻസ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നൊക്കെ പിന്നീടുള്ളൊരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് എഡ്യൂക്കേഷണൽ മോഡിൽ നമുക്ക് ചെയ്തു തുടങ്ങാം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഓൺലൈനിൽ നിന്നും എങ്ങനെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്താം. അതുപോലെ ഫസ്റ്റ് ടൈമാണ് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളും തുടർന്ന് ലഭിക്കുന്നതാണ്. എന്തായാലും ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി.